ഒരു ചരിത്രം കുറിച്ച വ്യക്തി എന്ന് എൻ്റെ കൂടെ ഉണ്ട്. ഇവരും നല്ല നല്ല കാര്യങ്ങളാണല്ലോ അവിടെ ചെയ്തു വെച്ചേക്കണേ. ഇപ്പൊ പുറത്ത് ആളറിയാതിരിക്കാൻ വേണ്ടിട്ടൊക്കെ പ്ലാൻ ചെയ്തു എന്നുള്ള സാധനം എല്ലാവരും പറയുന്നത് ജാസ്മിനെയും ഗബ്രീനെയും കുറിച്ച്. അവരല്ലെങ്കിലും മുന്നേ പ്ലാൻ ചെയ്തിട്ടല്ലേ വന്നത്. അവര് എന്താ പുറത്ത് അവർക്കൊരു മീഡിയേറ്റർ ഉണ്ട്, അങ്ങനെ ഒരു ടോക്ക് അവിടെ കേട്ടു. അപ്പൊ ഞാൻ ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഇവർക്ക് ആ ഫ്രണ്ട്ഷിപ്പിന് എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. അപ്പോൾ അവരുടെ റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളത് ഒരു ക്ലാരിറ്റി അവരെ എനിക്കും തന്നിട്ടില്ല. അതായത് പുറത്തിറങ്ങിയിട്ട് വേണം എനിക്ക് ചോദിക്കാൻ എന്താണ് സംഭവം എന്നുള്ളത്. ജാസ്മിൻ ഗബ്രീൻ്റെ അടുത്ത് കാണിക്കുന്ന ഒരു ഇഷ്ടം ട്രസ്റ്റും അതിൻ്റെ ഒരു എന്താ പറയുക, അത്രയും പോലും ഗബ്രിക്ക് ഇല്ലാന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. അല്ലാതെ അവരെ ഒരുമിപ്പിച്ച് പ്രേമാക്കി അവരെ സെറ്റാക്കി ഒരു മൂലക്കയിൽ ഇരുത്തണം ആ ഒരു രീതിയിൽ ഞാൻ ഇന്നേവരെ അവിടെ സംസാരിച്ചിട്ടില്ല. ഫ്രണ്ട്ഷിപ്പിൽ നിന്നിട്ട് വഴക്കും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് സോൾവ് ചെയ്യുക എന്നത് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അല്ലാതെ അവർ പ്ലാൻ ചെയ്തു എന്നുള്ള സാധനം എല്ലാവരും പറയുന്നത് ജാസ്മിനെയും ഗബ്രീനെയും കുറിച്ച്. എന്നിട്ട് ഈ ഹൗസിൽ വന്നിട്ട് ഇവർ ട്രയാങ്കിൾ കളിക്കാമെന്നാണ് പറഞ്ഞിരുന്നതെന്ന് പറഞ്ഞു. ഞങ്ങൾ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് കിങ് ലയർ ആണ്. കള്ളത്തരത്തിൻ്റെ ആശാനാണ് ജിൻഡോ ബ്രോ. ജിൻഡോ ചേട്ടനെ കരിഞ്ഞ മത്സ്യകന്യകൻ, പൊട്ടൻ, മണ്ടൻ, അങ്ങനെയുള്ള ഒത്തിരി വേർഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ചെയ്യുന്നത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നല്ല പുള്ളിനെ പറയണ്ടേ, മനസ്സിലായോ? ഹായ്, ഹലോ, നമസ്കാരം. ബിഗ് ബോസ് ഇങ്ങനെ വിജയകരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ തവണത്തെ ബിഗ് ബോസിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ചരിത്രം കുറിച്ച വ്യക്തി എന്ന് എൻ്റെ കൂടെ ഉണ്ട്. അത് മറ്റാരുമല്ല, റസ്വിൻ ഭായ് ആണ്. ഞാൻ ചരിത്രം എന്ന് പറയുന്നത് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ബിബിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു കോമണർ മത്സരാർത്ഥി ഇത്രയും ദിവസം നിൽക്കുന്നത്. ആദ്യം തന്നെ അതിനൊരു കൺഗ്രാറ്റ്സ്. താങ്ക് യു സോ മച്ച്. എങ്ങനെയുണ്ട് ബിബി കഴിഞ്ഞിട്ട് ഇപ്പം ഇറങ്ങി, എന്ത് ഫീൽ ചെയ്യുന്നു? ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം അധികം പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടില്ല. എങ്ങനെ പുറത്ത് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഒരു നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്. അപ്പൊ എല്ലാവരും വന്ന് BB6 കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. എന്തിനാ ഇപ്പൊ ഇറങ്ങിയ, മോളിപ്പൊ ഇറങ്ങണ്ടായിരുന്നു എന്നൊക്കെ, അങ്ങനെയൊക്കെ ഒരു ടോക്ക് ഉണ്ട്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എല്ലാവരും പറയുന്നുണ്ട് ഇപ്പൊ ഔട്ടാവേണ്ട ആളല്ല എന്നിങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ അപ്പൊ ഞാനിങ്ങനെ ഇറങ്ങിയാലും കുഴപ്പമില്ല, ആൾക്കാരുടെ മനസ്സിലൊരു സ്ഥാനം ഉണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം. ഇവിടുന്ന് പോകുമ്പോ തന്നെ ഒരു വിവാദം അല്ലെങ്കിൽ ഒരു ടോക്കിന് കാരണമായിട്ട് തന്നെയാണ് അങ്ങോട്ട് പോയത്. കാരണം ഈ തവണത്തെ കോമണർ മത്സരാർത്ഥികളെ അവരൊരു 1 വീക്ക് മുമ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ തുടങ്ങി ഇവര് കോമണർ അല്ല എന്നുള്ള ഒരു ടോക്ക്. അതൊക്കെ അറിഞ്ഞിട്ടല്ലേ ബിബിയിലേക്ക് പോയത്? അതെ, ഞാനിപ്പോ ഞങ്ങളുടെ വീഡിയോ ഔട്ട് ചെയ്ത സമയത്ത് വന്ന കോമൺ ക്വസ്റ്റ്യൻസ് ആണ് ഇങ്ങനെ. എന്റെ ഫ്രണ്ട്സ് ഒക്കെ മെസ്സേജ് ചെയ്തടാ, സീനാണ്, നിങ്ങൾ കോമണേഴ്സ് അല്ല, ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ഫോളോവേഴ്സ് ഉണ്ട്. എനിക്ക് ആകെപ്പാട് ഇൻസ്റ്റാഗ്രാമിൽ 4000 ഫോളോവേഴ്സ് ഉണ്ട്. ഞാൻ പഠിച്ചത് സെന്റ് ജോസഫ് കോളേജിലാണ്, ഞാൻ വർക്ക് ചെയ്യുന്നത് സെന്റ് ജോസഫ് കോളേജിലാണ്. അപ്പോൾ സെലിബ്രിറ്റീസിന്റെ കൂടെയുള്ള ഫോട്ടോ കണ്ടിട്ട് ഒരുപാട് സെലിബ്രിറ്റീസിന്റെ കൂടെ ഫോട്ടോ എടുക്കുന്നു, ഈ കുട്ടി കോമണർ അല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് അവരോടുള്ള മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പഠിച്ചതും ഞാൻ വർക്ക് പാർട്ട് ടൈം ആയിട്ട് പഠിക്കുന്ന കൂട്ടത്തിൽ വർക്കും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവന്റ് മാനേജ്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഒരുപാട് സെലിബ്രിറ്റീസിനെ അവിടെ നിന്ന് കാണുന്നുണ്ട്. പിന്നെ എന്റെ കോളേജിൽ തന്നെ ഒരുപാട് സെലിബ്രിറ്റീസ് പഠിച്ചത്, എന്റെ കൂടെ പഠിച്ചവരുണ്ട്, പിന്നെ ഇപ്പൊ പഠിക്കുന്നവരുണ്ട്, പിന്നെ ഇപ്പൊ പഠിപ്പിക്കുന്നവരിലും സെലിബ്രിറ്റീസ് ഉണ്ട്. അപ്പൊ പിന്നെ ആ ഒരു സെലിബ്രിറ്റീസിന്റെ കൂടെ ഫോട്ടോ എടുക്കുന്നു എന്നുള്ള രീതിയിലാണ് കോമണർ അല്ല എന്ന് പറയുന്നത്. അപ്പൊ അതിലെനിക്ക് ആക്ച്വലി അവരോട് മീൻസ് ഒന്നും പറയാനില്ല. കാരണം നമ്മള് നിൽക്കുന്ന സ്ഥലവും ഇതൊക്കെ അനുസരിച്ചിരിക്കും. പിന്നെ അവർക്ക് അങ്ങനെ തോന്നിയില്ലെങ്കിൽ എനിക്ക് അതിൽ കൂടുതൽ കമന്റ്സ് ഒന്നും പറയാനില്ല. അപ്പൊ നിങ്ങൾ ഒരാളല്ല, 2 പേരാണ് അകത്തേക്ക് പോയത്. അപ്പൊ ആള് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വരേണ്ട സിറ്റുവേഷൻ വരികയും ചെയ്തു. അപ്പൊ ആ സമയത്ത് എന്താ തോന്നിയത്? ഞങ്ങളുടെ അടുത്തല്ലേ, എന്റെ അടുത്ത് ഹൗസിൽ കയറുന്നതിന് മുന്നേ ഇതിന്റെ ക്രൂ മെമ്പേഴ്സ് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റസ്മിനും നിഷാനയും ഒരുമിച്ചാണ് കയറുന്നത്, നിങ്ങൾ ഒറ്റ കണ്ടസ്റ്റന്റ് ആണ്. അപ്പൊ നിഷാന ഔട്ടായ നിഷാനയ്ക്ക് നോമിനേഷനിൽ വന്ന റസ്മിൻ നോമിനേഷനിൽ വരുന്നു പറഞ്ഞു. അപ്പൊ ഞാനിതാണോ അങ്ങനെയാണ് എന്നാ ഓക്കെ ശരി. അപ്പൊ ഞങ്ങൾ അങ്ങനെ പോയി. അപ്പൊ ഞാൻ നിഷാനത്താനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ നിഷാനത്താനോട് ഇവരിത് പറഞ്ഞിട്ടില്ല. അപ്പൊ ഞങ്ങള് കൺഫ്യൂസ്ഡ് ആയി. എന്റെ അടുത്ത് പറഞ്ഞു, ഇയാളുടെ അടുത്ത് പറഞ്ഞില്ല. അപ്പൊ ഇതെന്താ സംഭവം? പിന്നെ ഓരോ പ്രോഗ്രാം മീൻസ് ഓരോ ടാസ്കും കാര്യങ്ങൾ വരുമ്പോ ഇവര് പറഞ്ഞതുപോലെ ഒന്നല്ല. പക്ഷെ ഫസ്റ്റ് വീക്കിലെ നോമിനേഷനും കാര്യങ്ങളും വന്നപ്പോഴാണ് ക്ലിയർ ആയത് രണ്ട് കണ്ടസ്റ്റന്റ് ആണെന്നുള്ളത്. പിന്നെ പുള്ളിക്കാരത്തേക്ക് ഉറപ്പായിരുന്നു നെക്സ്റ്റ് നോമിനേഷൻ, അതായത് പവർ റൂമിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോമിനേഷൻ വന്നു കഴിഞ്ഞാൽ പുറത്തു പോകും എന്നുള്ളത്. അപ്പൊ പുള്ളിക്കാരി അവിടെ നിന്ന സമയത്ത് എൻജോയ് ചെയ്തിട്ടുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് അറിയില്ല. നിഷാനത്ത് ഇറങ്ങുന്ന സമയത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. അതായത് സുരേഷ് ചേട്ടൻ ഔട്ടാവുന്ന ആ സമയത്ത് ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു,
ഇതിന് പകരം ഞാനായിരുന്നു പോകേണ്ടിയിരുന്നേ. പക്ഷെ ഞാൻ പവർ റൂമിലായതുകൊണ്ടാണ് പോവാത്തത്. അപ്പൊ ഞാൻ ഇതിന് ആൾക്ക് പകരം പൊക്കോളാം എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഒരാൾക്ക് പകരം ഞാൻ പൊക്കോളാം എന്ന് പറയുമ്പോൾ ഒത്തിരി പേര് അവസരം കളഞ്ഞിട്ടല്ല ആൾ അവിടെ വരുന്നത്. അതായത് ഇപ്പൊ ഒരു കോമണറിനെ സംബന്ധിച്ച് ഒരുപാട് ആൾക്കാർ അപ്ലൈ ചെയ്തൊരു ഇതാണ്. ഒരു 10,000 കണക്കിന് ആൾക്കാർ ഇതിലേക്ക് അപ്ലൈ ചെയ്തു. അതിൽ ഞങ്ങളിപ്പോ 3 പേര്, നന്ദൻ ഉൾപ്പെടെ 3 പേരെയാണ് സെലക്ട് ചെയ്തത്. അപ്പോ ഞാൻ പറഞ്ഞില്ലേ, നിഷാനത്താക്ക് ഒരു ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ നിഷാനത്താക്ക് ഈ ഷോ എന്താണെന്ന് അറിയില്ല, അങ്ങനെ വന്നതായിരിക്കാം. അതുകൊണ്ടായിരിക്കും നിഷാനത്ത് അങ്ങനെ ഒരു, അതായത് നിഷാനത്തൊക്കെ ആ സമയത്ത് ഫീൽ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഷാനത്ത് അവിടെ നിൽക്കാൻ ഡിസേർവിങ് അല്ല, അതുകൊണ്ട് ഡിസേർവിങ് ആയിട്ടുള്ളവർ നിന്നോട്ടെ, ഞാൻ പൊക്കോളാം എന്നുള്ള ആറ്റിറ്റ്യൂഡിലായിരിക്കും നിഷാനത്ത് അത് പറഞ്ഞത്. എനിക്ക് നിഷാനത്തെ പറ്റി ഇത്ര സംസാരിച്ച സ്ഥിതിക്ക് നമുക്ക് നിഷാനത്തെ മീറ്റ് ചെയ്യാം. മീറ്റ് ചെയ്യാം. കോമണർ ആയിട്ടുള്ള 2 പേരും ഒരുമിച്ച് എത്തിയിട്ടുണ്ട്. അല്ല, എനിക്ക് ഇപ്പൊ ഓർമ്മ വരുന്ന സീൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞങ്ങള് ഫസ്റ്റ് ഞങ്ങളെ അങ്ങോട്ട് കയറ്റി ഒരു സീക്രട്ട് റൂമിൽ ഞങ്ങൾ ഇരുത്തി. അപ്പൊ ഞങ്ങൾ ഇതേപോലെ ഒരു സോഫയിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് അവിടെ നിന്ന് കയറുന്ന ആൾക്കാരെ ഇരുന്ന് കമന്റ് പറയുന്ന ഒരു സീൻ, അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അത് തന്നെ പറഞ്ഞിട്ട് ഹെയർ സ്റ്റൈൽ അടിപൊളിയായിട്ടുണ്ട്. ഇതെന്താ മേക്ക് ഓവറിന്റെ ഉദ്ദേശം? വീണ്ടും അങ്ങോട്ടേക്ക് പോകാനായിട്ടുള്ള പ്രിപ്പറേഷൻ ആണോ? ഇവര് നല്ല നല്ല കാര്യങ്ങളാണല്ലോ അവിടെ ചെയ്ത് വെച്ചേക്കണേ. ഇപ്പൊ പുറത്ത് ആളറിയാതിരിക്കാൻ വേണ്ടിട്ടൊക്കെ സീരിയസ് ആയിട്ടുള്ള ടോക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ, എങ്ങനെ ഉണ്ടായിരുന്നു ബിഗ് ബോസ് ഷോ? നിങ്ങൾ ഒരുമിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തെ പറ്റി പറയും. എനിക്ക് ആക്ച്വലി ഞങ്ങൾ കോമണേഴ്സ് ആയിട്ട് കയറിയ ഞങ്ങൾ പരിചയമുണ്ടെങ്കിലും എനിക്ക് ഇവളും മാത്രം ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള രീതിയിലായിരുന്നില്ല. എനിക്ക് അവിടെ എല്ലാവരുടെയും ഞാൻ ഒരുപോലെ ഇതിലാക്കി നടക്കുമായിരുന്നു, ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് ഇവളെ പറ്റി പ്രത്യേകിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഈ നോർമലി എല്ലാവരും കുറിച്ച് പറയാവുന്ന പോലെ തന്നെ ഉള്ളൂ. അവിടെ ഉണ്ടായിരുന്നപ്പോ എങ്ങനെയാ റെസ്മെന്റിനെ ഗെയിമിനെ കണ്ടോണ്ടിരുന്നത്? ഇത് ഒരു പാവമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇടക്കിടക്ക് ഇങ്ങനെ പൊട്ടിത്തെറിക്കുമ്പോൾ ഞാൻ വിചാരിച്ചാൽ പോട്ടെ, സാരല്ല, എല്ലാവർക്കും പറ്റുന്നതാണ്. കാരണം എന്തായാലും പ്രഷർ കുക്കറാണ്. അവിടെ ഇരിക്കുമ്പോൾ അറിയാം നമുക്ക് അവിടുത്തെ സിറ്റുവേഷൻ എന്താന്ന്. ഇവിടെ ഇങ്ങനത്തെ ഇറങ്ങി ഓടാനും പറ്റില്ല. ഞാനൊക്കെ ആണെങ്കിൽ എന്നിറങ്ങി ഓടിയെന്ന് വിചാരിച്ചാൽ മതി. പക്ഷെ ഇതിപ്പോൾ അതും പറ്റില്ല. അപ്പം പിന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മൾ ഓരോരുത്തരും ഓരോ ക്യാരക്ടർ നമ്മൾ എടുക്കുന്ന രീതികൾ, നമുക്ക് കിട്ടുന്ന പ്രഷർ പല വിധത്തിലായിരിക്കും. അപ്പോൾ പറയാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുള്ളൂ. ഐ തിങ്ക് ഞാൻ അവിടെ ഉള്ള സമയത്ത് ഒരു നല്ല സപ്പോർട്ട് ആയിട്ടുള്ളൂ. ഓരോ ഇഷ്യൂ ഞാൻ രതീശ്വരനായിട്ടൊക്കെ ദേഷ്യപ്പെടുന്ന സമയത്താണെങ്കിലും നിശാന്ത വന്നിട്ട് പോട്ടെ, നീ അങ്ങനെ ഇതാക്കല്ലേ, അത് ഞാൻ അവരെ പോയിട്ട് ഞാൻ സമാധാനിപ്പിക്കും. അത് അങ്ങനെയല്ല, ഇങ്ങനെയാണ്. അപ്പൊ ആരെയൊക്കെ അന്ന് ഇത്ത പറഞ്ഞ ഒരു കാര്യമുണ്ട്, രതീഷേട്ടൻ പോയ സമയത്ത്. അപ്പം അന്ന് ആ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റിന് പിന്നീട് ട്രോൾസും അതുപോലെ ഒത്തിരി സൈബർ ബുള്ളിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതിനെപ്പറ്റി എന്താ പറയാനായിട്ടുള്ളത്? എനിക്ക് തോന്നുന്നു അതിൽ ഒരു തെറ്റില്ല. അവിടെ ഗെയിം തന്നെയാണ് നടക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞു പന്ത് കളിയെന്ന്, പക്ഷെ അവിടെ മനുഷ്യനെ തട്ടി കളിക്കുന്ന ഗെയിമാണെന്നുള്ളൂ. വേറെ ഒരു വ്യത്യാസമില്ല. ഇടയ്ക്ക് പന്തും കളിക്കും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കും. അതിൽ എനിക്കൊരു വലിയ ഡിഫറൻസ് ഒന്നും തോന്നുന്നില്ല. പിന്നെ അറിയാത്ത കാര്യം അറിയില്ല എന്ന് പറയുന്നതിൽ എനിക്ക് വലിയ പ്രോബ്ലം തോന്നുന്നില്ല. പിന്നെ ചുമ്മാ മനസ്സിൽ വെച്ചിരിക്കേണ്ട ആവശ്യം എന്താ? പ്രത്യേകിച്ച് എനിക്ക് തോന്നിയത് നല്ലൊരു ആൻസർ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്നത് അത് ലാലേട്ടനായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഓപ്പണായിട്ട് ലാലേട്ടനോട് ചോദിച്ചത്. ഞാൻ അവിടെ ചിന്തിച്ചില്ല ഇത് പറഞ്ഞ പ്രശ്നമാവോ, പുറത്തേക്ക് എത്തും. ഞാൻ അവിടെ ഈവൻ ക്യാമറകൾ പോലും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ ഫേസ് ചെയ്യുന്നേരം നോക്കിയാൽ ഇങ്ങനെ ഇരിക്കും ഞാൻ പറഞ്ഞില്ലേ. നമ്മളെ ക്യാമറയിൽ ഇപ്പോൾ ഒരു കല്യാണം പറ്റി പോയി ആ ക്യാമറ കണ്ടാൽ അപ്പം തന്നെ ഇങ്ങനെ വാരി വെച്ചിരിക്കണം, നമ്മൾ പെട്ടെന്ന് നല്ല ഇങ്ങനെയൊക്കെ ആക്കും. സോ ക്യാമറ അവിടെ ഉണ്ടെന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ അതുപോലെയൊക്കെ ചിരിച്ചിങ്ങനെ ഇരുന്നേനെ. പക്ഷെ അതിനെക്കുറിച്ച് മൈൻഡേ ഉണ്ടായിരുന്നില്ല എനിക്ക്. ഞാൻ എൻ്റെ ഒരു വീട് പോലെ തന്നെയാണ് ഞാൻ കണ്ടത്. അപ്പം ഷോ കഴിഞ്ഞു, ഇത്രയും ദിവസമായി, ഇനിയിപ്പോൾ ഏകദേശം ഫിനാലയോട് അടുത്തു. അപ്പൊ ഇപ്പൊ ഷോനെ നോക്കി കാണുന്നത് എങ്ങനെയാണ്? ഞാൻ ഇനി അവിടെ പോയി ഇപ്പൊ ഇനി ഗെയിം ഇല്ലല്ലോ, എന്താണ് ഇത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇല്ലല്ലോ, ഇവർ എങ്ങനെ കാണിച്ചോട്ടാണ്. സോ ഞാനിങ്ങനെ കേട്ട് പറഞ്ഞു നടക്കും. എന്താണോ അതേപോലെ തന്നെ. ഇത്ത പോകുന്നതിന് ശേഷം രശ്മിന്റെ പെർഫോമൻസ് കണ്ടപ്പോ എന്താ തോന്നിയത്? റസ്മിന്റെ പെർഫോമൻസ് ഇവളോട് ഞാൻ വരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ മീൻ നീ ഇങ്ങനെ ട്രസ്റ്റ് ചെയ്ത് ഒരു ഇതിൽ മാത്രം നിൽക്കരുത്, ഒരു ഫ്രണ്ട്ഷിപ്പ് അത്ര ഒരു ഇതിലും നിൽക്കരുത് ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞായിരുന്നു. അത് അവളെ നിന്നപ്പോൾ ഒന്ന് പൊട്ടിക്കാൻ തോന്നിയായിരുന്നു. വന്നിട്ട് കൊടുക്കാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കുഴപ്പമില്ല, സാരമില്ല, ഇതൊക്കെ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല ആരെ ട്രസ്റ്റ് ചെയ്യണം, ആരെങ്ങനെയാണ്, ആരെന്താന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത് ഞാൻ വിട്ട് കളഞ്ഞേക്കും. ഓക്കെ, താങ്ക് യു. ഇത്ത വന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു, എന്നെ വിളിച്ചതിന് താങ്ക് യു. റസ്മിൻ ബിഗ് ബോസ് വീട് വിട്ട് ഇറങ്ങിയ സമയത്ത് എല്ലാവരും പൊതുവെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, ഇപ്പം പുറത്തിറങ്ങേണ്ട ആളല്ലായിരുന്നു, ഫ്രണ്ട്ഷിപ്പാണ് ഇതിനെല്ലാം കാരണം എന്നുള്ളത്.
എന്താണ് ഈ ഒരു അഭിപ്രായത്തോട് പറയാനായിട്ടുള്ളത്? ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കുറേ കേട്ടു, ഇറങ്ങിയതിന് ശേഷം അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കുറേ കേട്ടു. ഇപ്പം ഇറങ്ങേണ്ട ആളല്ലായിരുന്നു എന്ന് അവർ പറയുന്നതിന്റെ റീസൺ തന്നെ എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. ഇപ്പം ഞാനിത് പറഞ്ഞതിന് ഇനി എങ്ങനെ എന്നെ എയർ കയറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ അത്യാവശ്യം ഗെയിം ഫിസിക്കൽ ടാസ്കുകൾ അത്യാവശ്യം കളിക്കുമായിരുന്നു. പിന്നെ ആവശ്യത്തിന് മാത്രം പ്രതികരിക്കുന്ന ഒരു കൂട്ടത്തിൽ, അല്ലാണ്ട് അനാവശ്യ കാര്യങ്ങളിൽ കയറി ഇടപെടില്ല. ആകപ്പാടെ ഒരു അനാവശ്യ കാര്യത്തിൽ കയറി ഇടപെട്ടത് അഭിഷേകും തമ്മിൽ ഫൈറ്റ് നടന്ന സമയത്ത് ഞാൻ കേൾക്കുന്നില്ല ഇവർ ഇത് എന്താ ഹെൽത്തി കോൺവെർസേഷൻ ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ വയ്യാണ്ട് കിടക്കാം. അപ്പോൾ മറ്റേ അഭിഷേക് ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ എന്തോ കുട്ടികളുടെ കാര്യം എന്തോ പറഞ്ഞപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ ചാടിക്കേറി ഇടപെട്ടു. അപ്പോൾ എല്ലാവരും പറഞ്ഞു എടി അവർ ഹെൽത്തി കോൺവെർസേഷൻ ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടാതെങ്ങ് പോകുന്നു. അത് മാത്രമാണ് ഞാൻ ആവശ്യമില്ലാണ്ട് കയറി ഇടപെട്ടത്. വേറെ ഒരു കാര്യത്തിന് ആവശ്യമില്ലാണ്ട് ഇടപെട്ടിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നിയത് നല്ലൊരു ഗെയിം കളിക്കുന്നത് കണ്ടതുകൊണ്ടായിരിക്കാം ആൾക്കാർ അങ്ങനെ പറയണതെന്ന്. പിന്നെ ഈ ഫ്രണ്ട്ഷിപ്പ് ഇപ്പം എനിക്ക് അവിടെ ഒട്ടുമിക്ക ആൾക്കാരായിട്ടും എനിക്ക് നല്ല സൗഹൃദ ബന്ധം ഞാൻ കൊണ്ടുനടക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എല്ലാവരും പറയുന്നത് ജാസ്മിനെയും ഗബ്രീനെയും ഉദ്ദേശിച്ച് തന്നെയാണ് ഈ ഒരു ഫ്രണ്ട്ഷിപ്പിൽ പോയതുകൊണ്ടാണ് റസ്മിൻ ഇപ്പോൾ ഔട്ടാവാൻ കാരണം എന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫ്രണ്ട്ഷിപ്പ് അവരുടെ ഇടയിൽ ഞാൻ പോയതിൽ എന്നെ കുറച്ച് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ജാസ്മിൻ അവിടെ അനുഭവിച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിൽ പുറത്ത് ഔട്ട് എത്രമാത്രം വന്നിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഞാൻ ഇറങ്ങിയതിന് ശേഷം എപ്പിസോഡ്സ് ഒന്നും പഴയതും കണ്ടിട്ടില്ല, ഇപ്പം നിലവിൽ ഓടുന്നതൊന്നും കണ്ടിട്ടില്ല. ആകപ്പാടെ എൻ്റെ എവിക്ഷൻ എപ്പിസോഡ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഔട്ട് എങ്ങനെയാണ് പോയിരിക്കുന്നതിനെ കുറിച്ച് ഒരു ബോധം അതിൻ്റെ അകത്തും ഉള്ളപ്പോൾ എനിക്കില്ല, ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുമില്ല. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് മാനസികമായിട്ടും വളരെ തളർന്നു പോകുന്നൊരു സിറ്റുവേഷനിൽ ഞാൻ മാക്സിമം അവളുടെ കൂടി ഇരുന്നു. അപ്പോൾ അവളുടെ പ്രശ്നങ്ങൾ എൻ്റെയും കൂടി പ്രശ്നങ്ങളായിട്ട് മാറി. അപ്പോൾ അവൾ കരയുന്ന സമയത്താണെങ്കിൽ ഞാൻ ആശ്വസിപ്പിക്കാൻ വേണ്ടി പോകും. എൻ്റെ ഗെയിം മീൻസ് അവൾ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് എൻ്റെ കോൺസെൻട്രേഷൻ അയ്യോ അവൾ ഓക്കെയാണോ അവളെ ഓക്കെ ആക്കണം എന്നുള്ള രീതിയിലേക്ക് പോയി. പിന്നെ അതിൽ ഞാനിതുവരെ റിഗ്രറ്റ് ചെയ്യുന്നില്ല. ജാസ്മിൻ്റെയും ഗബ്രീൻ്റെയും കൂടി ഇരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ കൂടെ ഫ്രണ്ട്ഷിപ്പ് കൂടി എന്ന് പറഞ്ഞിട്ട് ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നില്ല. കാരണം ഞാൻ അവിടെ നിന്നത് ജെന്യൂനായിട്ടാണ്, അവർക്ക് വേണ്ടി സംസാരിച്ചതും ജെന്യൂനായിട്ടാണ്. അവർ പുറത്തെങ്ങനെയാണെന്നുള്ളതൊന്നും എനിക്കറിയില്ല. അകത്ത് അവരെന്നോട് എങ്ങനെയാണോ ബിഹേവ് ചെയ്തത് അതുപോലെ തന്നെയാണ് ഞാൻ തിരിച്ചു നിന്നിട്ടുള്ളൂ. പിന്നെ ഞാനില്ലാത്ത സമയത്ത് ഞാൻ ഇറങ്ങിയപ്പോൾ കേട്ടൊരു കാര്യമാണ്, ഞാനില്ലാത്ത സമയത്ത് അവർ മാറി നിന്ന് പറയുന്നതും ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പുറത്തിരിക്കുന്ന ഞാൻ കാണുന്നില്ല, കേൾക്കുന്നില്ല. പക്ഷേ ഇതൊന്നും അറിയാതെയാണ് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നത്. അത് വേണ്ടായിരുന്നു, റസ്മിൻ അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്ന് ഒരുപാട് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ, അതിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ ഇവർ മാറി നിന്ന് ചെയ്യുന്നതും കാണിക്കുന്നതും ഞാൻ അറിയുന്നില്ല. എൻ്റെ കണ്ണിൽ എൻ്റെ മുന്നിൽ ചെയ്യുന്നതും ഞാനുള്ളപ്പോൾ സംസാരിക്കുന്നത് മാത്രമേ ഞാൻ കേൾക്കുന്ന അറിയുന്നുള്ളൂ. അപ്പോൾ അതിലെനിക്ക് തെറ്റോ ഒന്നും തോന്നിയില്ല. അപ്പം ഞാൻ അവരുടെ കൂടെ നിന്നു. ഇപ്പോൾ ജാസ്മിൻ ഗബ്രി സബ്ജക്റ്റ് വരുമ്പോൾ തീർച്ചയായിട്ടും സംസാരിക്കാതെ പോകാത്ത ഒരു സബ്ജക്റ്റാണ് ഇവർ തമ്മിലുള്ള പ്രണയം. അതിൻ്റെ അകത്ത് നിന്നപ്പോൾ ഓക്കെ എടുത്തു പറയുന്നത് അതെ, ഞങ്ങൾ പുറത്ത് നിന്ന ആൾക്കാരാണ്. അതെ, നിങ്ങൾ പുറത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. അതിൻ്റെ അകത്ത് നിൽക്കുന്നത് ഇവരെന്നോട് പറയുന്ന കാര്യം വെച്ചിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ബാക്കി അതിൻ്റെ ഹൗസിൻ്റെ അകത്തുള്ള ആൾക്കാർ പറയുന്നത് വെച്ചിട്ടും എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. അതിൻ്റെ അകത്ത് ഇവർ തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഉണ്ട്, നല്ലപോലെ ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഉണ്ട്. ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഇവർക്ക് ആ ഫ്രണ്ട്ഷിപ്പിന് എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. അങ്ങനെ ഒരു ബ്രേക്ക് ഡൗൺ സിറ്റുവേഷനിൽ ജാസ്മിൻ ആണെങ്കിലും ഗബ്രി ആണെങ്കിലും എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അതായത് ഇവർക്ക് രണ്ടുപേർക്കും ഇവർ രണ്ടുപേരെ ഭയങ്കര ഇഷ്ടമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണ്. പക്ഷെ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാൻ ഇവർക്ക് രണ്ടുപേർക്കും പറ്റില്ല, രണ്ടുപേർക്കും താല്പര്യമില്ല ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാൻ. അപ്പോൾ അവിടെ ആ ഒരു ഹൗസിൽ നോക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഞാനും ഒരു പ്രാവശ്യം ഇമോഷണലി വീക്കായിട്ടുള്ള ഒരു ടൈമുണ്ട്. സംസാരിക്കാൻ ആരുമില്ല, കേൾക്കാൻ ആരുമില്ല. പ്രത്യേകിച്ച് ജാസ്മിനെ പോലെയും ഗബ്രി ഇങ്ങനെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നതാണ്, അവനക്കെതിരെ കുറേ പേര് ഇങ്ങനെ സംസാരമായിരുന്നു. അതുപോലെ തന്നെ ജാസ്മിൻ ഇതേപോലെ പൊട്ടിത്തെറിച്ച് ഒരു പെൺകുട്ടി ആയതുകൊണ്ട് ഗബ്രിനേക്കാൾ കൂടുതൽ അലിഗേഷൻസ് ജാസ്മിനാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവൾക്ക് ഇതൊന്നും താങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ അവളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് എപ്പോഴും അവളുടെ കൂടെ ഒരാൾ വേണം, അവളെ സപ്പോർട്ട് ചെയ്യാനും സംസാരിക്കാനും അവൾക്കൊരു കംഫർട്ട് സോൺ എപ്പോഴും വേണം. അപ്പോൾ ആ ഒരു കംഫർട്ട് സോണായിട്ടാണ് എനിക്ക് ഗബ്രീനെ തോന്നിയിട്ടുള്ളത്. അപ്പോൾ അവരുടെ റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളത് ഒരു ക്ലാരിറ്റി എനിക്കും തന്നിട്ടില്ല. അതായത് പുറത്തിറങ്ങിയിട്ട് വേണം എനിക്ക് ചോദിക്കാൻ എന്താണ് സംഭവം എന്നുള്ളത്. അവിടെ നമ്മൾ കണ്ടിട്ടുള്ളത് കിസ് ചെയ്യുക നോർമൽ, അതിൽ നമ്മൾ കാര്യമാക്കുന്നില്ല. എങ്കിലും ഇവർ തമ്മിൽ ഒരു കുറച്ചധികം ഫ്രണ്ട്ഷിപ്പിനെ കഴിഞ്ഞ് ക്ലോസ് ആയിട്ടുണ്ട്. ചില സമയങ്ങളിൽ രണ്ടുപേരും ഹഗ് ചെയ്യുന്ന രീതിയാണെങ്കിലും പിച്ച, കടിക്കുക, പിന്നെ നക്കുക എന്നൊക്കെ ഉള്ള സാധനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല? ഇല്ല, ഞാൻ ഇവൻ ഗബ്രിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അവൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനിക്കറിയാം ക്യാമറ എപ്പോൾ തിരിയും, എന്ത് ഡയലോഗ് പറഞ്ഞാൽ ക്യാമറ തിരിയുന്നു. അപ്പോൾ ഞാൻ ഇരിക്കുമ്പോൾ തന്നെ ഇവൻ റസ്മിനെ നോക്കിക്കോ ഇപ്പോൾ അതെ ക്യാമറ അവിടെ നിൽക്കുന്നത്, പക്ഷെ ഇപ്പോൾ ക്യാമറ ഇങ്ങോട്ട് തിരിയുന്ന കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇവൻ എന്തെന്ന് വെച്ചാൽ ജാസ്മിൻ്റെ കൈ ചുമ്മാ കയറി പിടിക്കും. എന്നിട്ടൊരു വിട് ജാസ്മിനെ വിട് ജാസ്മിനെ, ഇവിടുത്തെ നീ കളിക്കല്ലേ ജാസ്മിനെ എന്ന് പറഞ്ഞിട്ട് ഇവൻ
ചുമ്മാ ഒരു കോൺവെർസേഷൻ ഇടും, കറക്റ്റ് ടൈമിൽ ക്യാമറ ഇങ്ങനെ തിരിയും. അപ്പം ഞാനും എടാ നീ കൊള്ളാലോ, മീൻസ് അവനറിയാം എന്ത് ഡയലോഗ് അടിച്ചാൽ ക്യാമറ തിരിയും, എങ്ങനെ എന്ത് ചെയ്താൽ ക്യാമറ തിരിയും. അപ്പോൾ ആക്ച്വലി ഈ ഔട്ട് പോകുന്നത് ഇതൊക്കെ ആയിരിക്കും. അതായത് ഇവൻ ഫണ്ണായിട്ട് ചെയ്യുന്ന സാധനങ്ങളായിരിക്കാം ഔട്ട് പോകുന്നത്. അതിൽ ഇവൻ കടിക്കുന്നുണ്ട്, പിച്ചുന്നുണ്ട്, അതൊക്കെ എൻ്റെ മുന്നിൽ നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. കൈ പിടിക്കുന്നു, എന്നിട്ട് പറയും ജാസ്മിൻ നീ വിട്, ജാസ്മിൻ നീ വിട്, ഞാൻ പോട്ടെ എന്നൊക്കെ പറയും. പക്ഷെ അത് ആക്ച്വലി ആ സമയത്ത് അവൻ ഫണ്ണാക്കിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. പുറത്ത് അതിനെ ഞാൻ പറഞ്ഞില്ല, പുറത്ത് അവർ ഔട്ടാക്കുന്നത് ഈ ഒരു രീതിയിലായിരിക്കും ഔട്ട് കൊടുക്കുന്നത്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും ലാലേട്ടൻ വരുന്ന ഒരു എപ്പിസോഡിൽ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ജാസ്മിൻ അതിനകത്ത് വേറൊരു കാര്യം പറയുന്നുണ്ട്, ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലാകാൻ സാധ്യതയുണ്ട്, പക്ഷെ ഞാൻ അതിനെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷെ അങ്ങനെയൊക്കെ പിടിച്ചു വെക്കാൻ പറ്റിയ ഫ്രണ്ട്ഷിപ്പ് അല്ലാത്ത പ്രണയത്തിൽ പോകാൻ സാധ്യതയുള്ളൊരു ഫീലിങ്സ് തന്നെ, അങ്ങനെ ഒരു ഫീലിങ്സ് ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? കള്ളം പറയേണ്ട കാര്യം എനിക്കില്ല. അപ്പോൾ സത്യം അത്രേ പറയാനുള്ളൂ ഇവിടെ. അതെ അല്ലേ, എനിക്ക് മീൻസ് അത് കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഇടക്ക് തോന്നിയിട്ടുണ്ട് ഇനി ഇവർ ശരിക്കും പ്രണയത്തിലായോ. അപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ജാസ്മിനെ ഗബ്രി എന്താ സംഭവം കൈവിട്ട് പോകുന്നുണ്ടോ എന്ന് ഞാനും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും ഇവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല, പോകില്ല. ഇവൻ ജാസ്മിൻ ആണെങ്കിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, റസ്മിനെ ഇത് നീ ഉദ്ദേശിക്കുന്ന വേറൊരു രീതിയിലേക്കും ഇത് പോകില്ല എന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് അവൾ തന്നിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും ഞാൻ കാണുമ്പോഴാണെങ്കിൽ പോലും ഇവരെ നോട്ടത്തിലാണെങ്കിലും എനിക്കിങ്ങനെ ഇനി ഒരു സെറ്റായോ എന്നുള്ളൊരു സാധനം എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അവർ ആ ഒരു ലെവലിലേക്ക് പോയിട്ടില്ല എന്ന് തന്നെയാണ് ജാസ്മിൻ എന്നോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അവൾ പറയുന്നത് വിശ്വസിക്കാൻ പറ്റുള്ളൂ. പക്ഷെ പുറത്തിറങ്ങിയിട്ട് വീഡിയോസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, പക്ഷെ ആ രീതിയിലല്ല ആളുകൾ എടുത്തിരിക്കുന്നതെന്ന് ഇപ്പം മനസ്സിലായില്ലേ? ആ രീതിയിലല്ല ആളുകൾ എടുത്തേക്കുന്നതെന്നുള്ളത് മനസ്സിലായി. പക്ഷെ വീഡിയോസ് ഞാൻ പറഞ്ഞില്ലേ അധികം കാണാൻ നിന്നിട്ടില്ല. പിന്നെ റീൽസിൽ അവർ ഇപ്പോൾ അർജുനും ശ്രീധുവിനെ ആണെങ്കിലും ഭയങ്കര ഇതിലാണ്, അവർ ലവേഴ്സിനെ പോലെ തന്നെയാണ് റീൽസ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് എനിക്ക് ശ്രദ്ധ കൊടുക്കാനായിട്ട് എനിക്ക് തോന്നിയില്ല. പുറത്തിറങ്ങിയിട്ട് എന്തായാലും ഞാൻ അവരോട് സംസാരിക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്കതിൽ കൂടുതൽ ക്ലാരിഫിക്കേഷൻ തരാനായിട്ട് പറ്റില്ല. പിന്നീട് നമ്മൾ കാണുന്നതൊക്കെ ജാസ്മിൻ്റെയും ഗബ്രിയുടെ ഇടയ്ക്ക് ഒരു ഹംസം എന്ന പോലെ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ജാസ്മിൻ. ഞാൻ ആക്ച്വലി ഹംസമാവുകയായിരുന്നു അതോ കംസനാവുകയായിരുന്നു എന്നായിരുന്നു ചോദിക്കേണ്ടത്. കാരണം ഞാൻ ഇവരുടെ ഇടയിലിരിക്കുന്ന സമയത്ത് ഇവർ പറഞ്ഞില്ല, ഇപ്പോൾ ഗബ്രി ആണെങ്കിലും തമാശക്ക് പല കാര്യങ്ങളും ചെയ്യും, എന്നിട്ട് ഇവരെ പോക്കിനെ കൂടെ പോകും. അപ്പോൾ കാണുന്നവർക്ക് ചിലപ്പോൾ അത് തമാശയായിട്ട് തോന്നുന്നുണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇവരുടെ കാര്യത്തിൽ ഇടപെടണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എടാ നിങ്ങൾ ഇങ്ങനെ ചെയ്യല്ലേ, പുറത്ത് ആൾക്കാർ ഇങ്ങനെ ഇരിക്കും പറയുന്നത്, അല്ലെങ്കിൽ അകത്തുള്ളവർ പറയുന്നത് നിങ്ങളൊന്ന് ലിമിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളൊന്ന് അതിനെ കൂടുതൽ നെഗറ്റീവ് ആക്കാത്ത രീതിയിൽ നിങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ നിൽക്കുക. നിങ്ങൾ ഫ്രണ്ട്സ് ആണെങ്കിൽ ഫ്രണ്ട്സ് ആണെന്ന് പറ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആണെങ്കിൽ റിലേഷൻഷിപ്പ് ആണെന്ന് പുറത്തുള്ളവരോട് പറ. ആ ഒരു രീതിയിലുള്ള ടോക്കാണ് ഞാൻ അവരുടെ ഇടയിൽ സംസാരിച്ചിട്ടുള്ളത്. പിന്നെ പലപ്പോഴും ഞാൻ ജാസ്മിനോട് സംസാരിച്ചിട്ടുണ്ട്. ജാസ്മിനെ എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ജാസ്മിൻ ഗബ്രീൻ്റെ അടുത്ത് കാണിക്കുന്ന ഒരു ഇഷ്ടം ട്രസ്റ്റും അതിൻ്റെ ഒരു എന്താ പറയുക അത്രയും പോലും ഗബ്രിക്ക് ഇല്ലയെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ ജാസ്മിനോട് പറഞ്ഞിട്ടുണ്ട്, രണ്ടുപേരെ ഇരുത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ജാസ്മിൻ ഗബ്രി പോയി കഴിഞ്ഞാൽ നീ ഇവിടെ കഷ്ടപ്പെടും, പക്ഷെ നീ പോയി കഴിഞ്ഞാൽ ഗബ്രി നല്ല സൂപ്പറായിട്ട് ഇവിടെ ഗെയിം കളിക്കും എന്ന് ഞാൻ ജാസ്മിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇൻഡയറക്റ്റായിട്ടാണെങ്കിലും ഡയറക്റ്റായിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗബ്രി അത്രയും ജാസ്മിൻ കൊടുക്കുന്നതിൻ്റെ ഒരു പകുതി പോലും ഗബ്രി കൊടുക്കുന്നില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ഗബ്രി ചിലപ്പോൾ അത് ഉള്ളിൽ കൊടുക്കുന്നുണ്ടാവും, പക്ഷെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പം നീ കൂടുതൽ ഇങ്ങനെ ഗബ്രീൻ്റെ കാര്യത്തിൽ ഇൻവോൾവ് ആവല്ലേ, നീ നിൻ്റെ ഗെയിം കളിക്കുക, നീ എന്തിനാ അവനിക്ക് വേണ്ടി സംസാരിക്കാൻ പോകുന്നത്, അതുപോലെ അവൻ എന്തിനാ നിനക്ക് വേണ്ടി സംസാരിക്കാൻ പോകുന്നത്, ഇതൊക്കെയാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. അല്ലാതെ അവരെ ഒരുമിപ്പിച്ച് പ്രേമമാക്കി അവരെ സെറ്റാക്കി ഒരു മൂലക്കയിൽ ഇരുത്തണം ആ ഒരു രീതിയിൽ ഞാൻ ഇന്നേവരെ അവിടെ സംസാരിച്ചിട്ടില്ല. സ്റ്റാർട്ടിങ്ങിലൊക്കെ ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ഇവർ വഴക്കുണ്ടാക്കുമ്പോൾ എന്തിനാണ് വെറുതെ വഴക്കുണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ജാസ്മിന് നീ എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നത്, ഇതാണ് എൻ്റെ സംസാരം. അല്ലാതെ അവിടെ പോയിട്ട് അവരെ ഒരു കപ്പിളാക്കി കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലൊന്നും പോയ ആളല്ല ഞാൻ. ഫ്രണ്ട്ഷിപ്പിൽ നിന്നിട്ട് വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അത് സോൾവ് ചെയ്യുക എന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ, അല്ലാതെ ഇല്ല. ഗബ്രി ഔട്ടായതിൻ്റെ പിറ്റേ ദിവസം, അല്ലെങ്കിൽ ഞങ്ങൾ കാണുന്ന പിറ്റേ ദിവസമാണ് റസ്മിൻ ചെന്നിട്ട് ജാസ്മിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണോ കയറി വന്നത് എന്ന്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആ സമയത്ത് ജാസ്മിനോട് ചോദിക്കാനുണ്ടായ കാരണം? ആ സമയത്തല്ല, ഇത് ഗബ്രി ഔട്ടാവുന്നതിന് മുന്നേ ഞാനും ഗബ്രിയും തമ്മിൽ ഇഷ്യൂ ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയത്തിൽ മുന്നേ തന്നെ എനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ എനിക്കൊരു തെറ്റിദ്ധാരണ നമ്മുടെ അഭിഷേക് കൊണ്ടുവന്നിട്ട്, അഭിഷേകും ആരൊക്കെയാണ് സംസാരിച്ചത്, ഡൈനിങ് ടേബിളിൽ അഭിഷേകും സിജോ ആണ്, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ഇവരിങ്ങനെ എന്തോ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ കേട്ടൊരു കോൺവെർസേഷനാണ്, ഇങ്ങനെ അവരല്ലെങ്കിൽ മുന്നേ പ്ലാൻ ചെയ്തിട്ടല്ലേ വന്നത്, അവർ എന്താ പുറത്ത് അവർക്കൊരു മീഡിയേറ്റർ ഉണ്ട്, അങ്ങനെ ഒരു ടോക്ക് അവിടെ കേട്ടു. അപ്പം ഞാൻ പെട്ടെന്ന് അത് കേട്ടപ്പോൾ അവർ പ്ലാൻ ചെയ്തു എന്നുള്ള സാധനം എല്ലാവരും പറയുന്നത് ജാസ്മിനെയും ഗബ്രീനെയും കുറിച്ചാണ്.
അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അഭിഷേകിനെ വിളിച്ച ഒറ്റയ്ക്ക് മാറിയിട്ട് ഞാൻ ചോദിച്ചു, അഭിഷേകെ എന്താ സംഭവം, നീ പറഞ്ഞ ഈ പ്ലാൻ ചെയ്ത ആൾക്കാർ ആരാണ്? അപ്പോൾ അവൻ എന്നോട് ചോദിച്ചാൽ അതെന്താ നിനക്കറിയില്ല, ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചു ജാസ്മിനെയും ഗബ്രീനെയാണോ നീ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചു. അപ്പോൾ അവൻ പറഞ്ഞു അതെ എന്ന് പറഞ്ഞു. അപ്പോൾ അതേന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങോട്ട് പോയി, ഞാനും ഇങ്ങോട്ട് പോയി. അപ്പോൾ എൻ്റെ കിളി പോയി. അപ്പോൾ എൻ്റെ മൈൻഡിൽ കൂടി ഓടിയെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വൈൽഡ് കാർഡൊക്കെ വരുന്നതിന് മുന്നേ ആണെങ്കിലും എപ്പിസോഡുകളിൽ പല സമയങ്ങളിൽ ലാൽ സാർ ഇവരെ ചീത്ത പറയാറുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് പുറത്ത് നെഗറ്റീവായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനും അതിൻ്റെ അകത്ത് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ എനിക്കും നെഗറ്റീവ് ആണെന്നുള്ളത് എനിക്കറിയാം. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുത്ത ആളായതുകൊണ്ട് ഞാൻ പുറത്ത് ഇനി നെഗറ്റീവ് ആണെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ നിന്നതാണ്. അപ്പോൾ അവിടെ എനിക്കത് ട്രിഗറായി. അപ്പം ഞാൻ അതിനുശേഷം അപ്പോൾ അഭിഷേക് എൻ്റെ അടുത്ത് ഈ ഒരു ഡയലോഗ് പറഞ്ഞിട്ട് പോയപ്പോൾ അവനിക്കും അത് നല്ല ക്ലാരിറ്റി തരണമെന്ന് വിചാരിച്ചിട്ട് അവൻ എന്നെ വീണ്ടും രണ്ടാമത് വിളിച്ചിരുത്തിയിട്ട് സംസാരിക്കുന്ന സമയത്ത് ബാക്കിയുള്ളവരുണ്ട്, അൻസിബ, ഋഷി അവരൊക്കെ ഉണ്ട് തോന്നുന്നു, ഞോറയൊക്കെ ഉണ്ട്. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, അതായത് നിനക്കൊരു ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ടാണ്, അവർ നേരത്തെ പ്ലാൻഡ് ആണ്, അവർ പുറത്തുനിന്ന് പ്ലാൻ ചെയ്തിട്ട് വന്നേക്കാണ്, അവർക്കിടയിൽ മൂന്നാമതൊരാളും കൂടി ഉണ്ട്, ആ മൂന്നാമത്തെ ആളാണ് ഇവരെ മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞത്. എന്നിട്ട് ഈ ഹൗസിൽ വന്നിട്ട് ഇവർ ട്രയാങ്കിൾ കളിക്കാമെന്നാണ് പറഞ്ഞിരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ട്രയാങ്കിൾ എന്നുള്ള വാക്ക് ഇതിനു മുന്നേ ജാസ്മിൻ ഒരു സമയത്ത് പറഞ്ഞത് എനിക്ക് പെട്ടെന്ന് ട്രിഗറായി. പെട്ടെന്ന് ഞാൻ ആലോചിച്ചു, അതായത് ഒരു സിറ്റുവേഷനിൽ ഇരുന്നപ്പോൾ ജാസ്മിൻ ഇങ്ങനെ പറഞ്ഞു, എടി ഇപ്പം നമ്മൾ ട്രയാങ്കിൾ ആയില്ലേന്ന് വെച്ചു. അപ്പം ഞാൻ പറഞ്ഞു അതായത് ഞാൻ ജാസ്മിൻ ഗബ്രി ഇപ്പോൾ ഒരു ട്രയാങ്കിൾ. അപ്പം ഞാൻ നീ എന്താ ഉദ്ദേശിച്ചെന്ന് വെച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, എടി ഫ്രണ്ട്ഷിപ്പിൽ നമ്മളിപ്പോൾ ഒരു ട്രയാങ്കിൾ ആയാലേ. അപ്പം ഞാൻ അങ്ങനെയാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞാൽ ഞാനത് ഒഴിവാക്കി. അപ്പോൾ ഇവൻ ഈ ട്രയാങ്കിൾ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കയറിയത് അവിടെയാണ്. അങ്ങനെ പല പല കാര്യങ്ങൾ ഈ അഭിഷേക് എടുത്തിടുമ്പോൾ എനിക്ക് ഇവർക്കിടയിലുണ്ടായ പല കാര്യങ്ങളും എനിക്കിങ്ങനെ ഓർമ്മയിൽ ഇങ്ങനെ വന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ ഡൗട്ട് വന്നു, ഇവരിനി ശരിക്കും പുറത്തുനിന്ന് പ്ലാൻഡ് ആണെങ്കിൽ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒന്നും അറിയാണ്ട് ഞാൻ അതിൽ പോയിട്ട് ഇടപെടുകയും ചെയ്യുന്നു, ഇവരെന്നോടൊന്നും പറയുന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി, എനിക്ക് നല്ല സങ്കടമായി. എന്നിട്ട് പിന്നെ അതപ്പം എൻ്റെ ഉള്ളിൽ കിടന്നു. അപ്പം ഞാൻ ജാസ്മിനോട് ചോദിക്കണോ വേണ്ടയോ എന്നുള്ളൊരു ഞാൻ നോക്കട്ടെ, അഭിഷേക് പറയുന്നത് അതുപോലെ. അപ്പം നോറ എൻ്റെ അടുത്ത് ആ സമയത്ത് പറഞ്ഞു, റസ്മിനെ അഭിഷേക് വൈൽഡ് കാർഡ് എൻട്രിയിൽ വന്ന ഒരാളാണ്. അപ്പം ഞാൻ ശരി എന്നാൽ ഞാൻ ഒബ്സർവ് ചെയ്തിട്ട് നോക്കി ഞാൻ ജാസ്മിനോട് ചോദിച്ചോളാന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് ഗബ്രി ഔട്ടായി പോയി. അപ്പോൾ എനിക്ക് ആ സമയത്തൊക്കെ എനിക്ക് ജാസ്മിനെ സമാധാനിപ്പിക്കണമെന്നുണ്ട്, പക്ഷെ എൻ്റെ ഉള്ളിൽ ഈ സാധനം കിടക്കുക. അപ്പോൾ ജാസ്മിന് മനസ്സിലാവുന്നുണ്ട് എന്തോ പ്രശ്നം ഞാനും ജാസ്മിനും തമ്മിൽ. ഞാൻ ഫേസ് കൊടുക്കുന്നില്ല, ജാസ്മിന് സംസാരിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ ഫൈനലി അവളായിട്ട് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുമ്പോഴാണ് ഞാനിങ്ങനെ കാര്യം പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, അവൾക്ക് അത് ഭയങ്കര ഹേർട്ടായി. അവൾ പറഞ്ഞു നിനക്ക് അങ്ങനെയാണോ തോന്നുന്നത്. പിന്നെ ഞാനിപ്പോഴും ജാസ്മിനെ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഈ പ്ലാനിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ പുറത്ത് ഞങ്ങൾ കേട്ടൊരു ന്യൂസ് എന്ന് പറഞ്ഞാൽ ജിൻഡോ, നോറ, ജാസ്മിൻ, ഗബ്രി, റസ്മിൻ ഈ 5 പേര് പുറത്ത് ഓൾറെഡി ഷോയുടെ മുമ്പ് മീറ്റിംഗ് അങ്ങ് കൂടി പ്ലാൻ ചെയ്ത് വന്ന ആൾക്കാരാണ് എന്നുള്ളത്. നിങ്ങൾ തമ്മിൽ പുറത്ത് എന്തെങ്കിലും കണക്ഷൻസ് ഉള്ള വ്യക്തികളാണ്? പിന്നെ ഞങ്ങൾ പണ്ട് മുതൽ ഞാനൊന്നും പറയുന്നില്ല, ജിൻഡോ ബ്രോ ഞങ്ങൾ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് കിങ് ലയറാണ്, കള്ളത്തരത്തിൻ്റെ ആശാനാണ് ജിൻഡോ ബ്രോ. അപ്പോൾ ഈ ടാസ്കുകളിൽ പുള്ളിക്കറിയാം, അതായത് ഔട്ട് പോകുന്നത് ടാസ്ക് തരുന്ന സമയത്ത് ലിവിങ് ഏരിയയിൽ എല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോഴൊക്കെയാണ് നന്നായിട്ട് ഔട്ട് പോകുക എന്നുള്ളത് പുള്ളി ഫുൾ പഠിച്ചിട്ട് വന്നൊരു വ്യക്തിയാണ്. അതായത് സീസൺ 1 മുതൽ 5 വരെ A to Z പഠിച്ച് എല്ലാവരുടെ അടുത്ത് പോയി കോച്ചിങ്ങൊക്കെ ഞങ്ങളങ്ങനെ കളിയാക്കുന്നുണ്ട്. പുള്ളി കോച്ചിങ്ങൊക്കെ കഴിഞ്ഞ് വന്ന് പുള്ളിക്ക് ഒരു ബുക്കുണ്ട്, ആ ബുക്കിൽ നോക്കിയിട്ട് ഓരോ ആഴ്ച എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് പുള്ളിക്കറിയാം. അതൊക്കെ പഠിച്ച് വന്ന് ചെയ്യാമെന്നൊക്കെ ഞങ്ങൾ കളിയാക്കും. പുള്ളി നിങ്ങളിപ്പോൾ പറഞ്ഞ ഈ ഡയലോഗ്, അതായത് നോറ ഞാൻ ആ സമയത്ത് എനിക്ക് ഓർമ്മ, ഞാൻ നോറ ജാസ്മിൻ ഒക്കെ പ്ലാൻ ചെയ്ത് വന്നതാണെന്നാണ് പുള്ളി പറഞ്ഞതെന്ന്. ഇത് ടാസ്കിൻ്റെ സമയത്ത് പുള്ളി പറയണേ. എന്നിട്ട് പുള്ളി ഇവർ മുന്നേ പരിചയമുണ്ട്, ഇവരെല്ലാവരും കൂടി ചേർത്തിട്ടാണ് മറ്റേ നമ്മുടെ നിഷാനത്തേനെ ഔട്ടാക്കിയത് ഇവർ പ്ലാൻ ചെയ്തിട്ടാണ്. അപ്പം ഞങ്ങളിതൊക്കെ ഇങ്ങനെ ടാസ്കിൻ്റെ സമയത്ത് ഇത് കേട്ടിരുന്നു. ടാസ്കിൻ്റെ സമയത്ത് പിന്നെ നമുക്ക് കൂടുതലൊന്നും പറയാൻ പറ്റില്ല. ടാസ്ക് കഴിഞ്ഞിട്ടാണ് പിന്നെ സംസാരം ഉണ്ടാവുന്നത്. ടാസ്ക് അങ്ങോട്ട് കഴിഞ്ഞ് നേരെ ചെന്നു ജിൻഡോൻ്റെ അടുത്ത്, നിങ്ങൾ എന്ത് കണ്ടിട്ട് ഇങ്ങനെ ആവശ്യമില്ലാത്ത വർത്താനൊക്കെ പറയണമെന്നാണ്. അപ്പോൾ പുള്ളി അതിനെ ചുമ്മാ ഇങ്ങനെ കളിയാക്കി ചിരിച്ചിട്ട് അങ്ങനെ പോയി. എന്നിട്ട് വേറൊരു സിറ്റുവേഷനിൽ പുള്ളി അത് പറഞ്ഞു, ഇതെൻ്റെ ഗെയിമാണ്, ഞാൻ എൻ്റെ ഗെയിം ജയിക്കാൻ വേണ്ടി എന്ത് കള്ളത്തരം പറയും, അന്ന് ഞാൻ പറഞ്ഞത് കള്ളത്തരാണ്, നിങ്ങളെല്ലാവരും വിശ്വസിച്ചില്ലേ, അതാണ് എൻ്റെ ഗെയിം, അതാണ് എൻ്റെ മിടുക്കെന്ന് പുള്ളി പറയുകയും ചെയ്തു. ജിൻഡോ കള്ളം പറഞ്ഞതാണ്, യാതൊരു ബന്ധവും ഇല്ല. ഞാൻ നോറ എന്താ ഇൻഫ്ലുവൻസർ ആണെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ജാസ്മിൻ ഇൻഫ്ലുവൻസർ ആണെന്നുള്ളത് പ്രഡിക്ഷൻ ലിസ്റ്റിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, യൂട്യൂബിലൊക്കെ ചെയ്യുന്ന ആളാണെന്ന് അറിയുന്നു. പിന്നെ ഒന്നും അറിയില്ല. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ റസ്മിൻ വഴക്കുണ്ടാക്കിയിട്ടുള്ളത് ജിൻഡോ ആയിട്ടാണെന്ന് തോന്നുന്നു. ശരിക്കും നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം?
ഞങ്ങൾ തമ്മിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഞങ്ങൾ മിക്കപ്പോഴും അതായത് ഞങ്ങൾ ഒരു ടീമിലായിരിക്കും. അപ്പോൾ പുള്ളി ചെയ്യുന്ന പല കാര്യങ്ങളും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പുള്ളി പല നിലവാരമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഫസ്റ്റ് വീക്കിലൊക്കെ പുള്ളി ഭയങ്കര പാവത്താനെ പോലെയൊക്കെ ഇരുന്ന് നമ്മുടെ യമുന ചേച്ചിനെയൊക്കെ ഭയങ്കര മോശമായിട്ട് പുള്ളി ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ എൻ്റെ ടീമാണ് ജിൻഡോ ബ്രോ. ഞാൻ ജാസ്മിൻ, ജിൻഡോ, രതീഷ് ചേട്ടനൊക്കെ ഒരുമിച്ചാണ്. അപ്പം ഞാൻ ജിൻഡോ ബ്രോനെ, ജാസ്മിൻ രതീഷ് ചേട്ടനെ ഹാൻഡിൽ ചെയ്യും, ഞാൻ ജിൻഡോ ബ്രോനെ ഹാൻഡിൽ ചെയ്യും. അങ്ങനെയായിരുന്നു ഞങ്ങൾ ഫസ്റ്റ് വീക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഞാൻ ജിൻഡോ ബ്രോനെ ഭയങ്കര സപ്പോർട്ട് ചെയ്ത്, ബ്രോ അങ്ങനെയൊന്നും പറയല്ലേ, നിങ്ങൾ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കും, നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും മണ്ടനെ വിളിക്കും, നിങ്ങൾ ചെയ്യുന്നത് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളി ആടി ശരിയടി, നീ എനിക്ക് പറഞ്ഞു തരണോട്ടാ, നീ എനിക്ക് പറഞ്ഞു തരണോട്ടാ, നീ അങ്ങനെ ചെയ്യണോട്ടാ എന്നൊക്കെ എന്നോട് പറയുന്നത്. അപ്പം ഞാൻ പുള്ളീനെ അങ്ങോട്ട് വിശ്വസിച്ചു. പുള്ളി ഒരു പാവമാണ്, പുള്ളി ഇങ്ങനെയാണ്, അയ്യോ പുള്ളീൻ്റെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിച്ചു. അത് കഴിഞ്ഞ് സെക്കൻഡ് വീക്ക് കഴിഞ്ഞിട്ട് ഞങ്ങൾ പവർ റൂമിലേക്കുള്ളൊരു മത്സരം വന്നു. അതിൽ ഞങ്ങൾ ജയിച്ചു. ഞങ്ങൾ ജയിച്ച സമയത്താണ് ഞാൻ പിന്നീട് അറിയുന്നത് ഈ പുള്ളിക്കാരൻ എന്നെക്കുറിച്ച് അവിടെയുള്ള ബാക്കിയുള്ള കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് കുറ്റം പറയുന്നുണ്ട്. അതായത് റസ്മിൻ പവർ റൂമിൽ കയറി കഴിഞ്ഞിട്ട്, അതായത് പുള്ളിക്ക് പവർ റൂമിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ രതീഷ് ചേട്ടൻ ഔട്ടായി, ജാസ്മിൻ ടീം മാറി, പിന്നെ നിഷാനത്തെ ഞാനും ജിൻഡോ ബ്രോയും മാത്രമേ ഉള്ളൂ. അപ്പോൾ നിഷാനത്താനോട് പറഞ്ഞിരിക്കുകയാണ്, പവർ റൂമിൽ കയറി കഴിഞ്ഞാൽ റസ്മിനെ ലീഡ് ചെയ്യാൻ സമ്മതിക്കരുത്, അവൾ ഭയങ്കരമായിട്ട് അങ്ങനെ പറയും ഇങ്ങനെ പറയും, അതുകൊണ്ട് റസ്മിനെ അനുവദിക്കരുത്, നിഷാന വേണം അത് ഹാൻഡിൽ ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞ് നിഷാനത്താനോട് പറഞ്ഞു. നിഷാനത്ത് അത് എന്നോട് പറഞ്ഞു. അതിനുശേഷം വേറെ കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് എന്നെക്കുറിച്ച് പുള്ളി കുറ്റം പറയുന്നത് അവരെൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സമയത്ത് ടാസ്ക്, ലാൽ സാറിൻ്റെ എപ്പിസോഡിലൊരു ടാസ്ക് വന്ന്, നിങ്ങൾക്ക് ഇവിടെ വിശ്വാസമില്ലാത്ത ആരെയാണെന്ന് വെച്ചപ്പോൾ ഞാൻ പുള്ളിക്ക് എന്തോ മാലയാണോ എന്തോ കൊടുത്തതെന്ന് ഓർമ്മയില്ല, എന്തോ ഒരു ടാഗ് പുള്ളിക്ക് കൊടുത്തു. അപ്പോൾ അന്ന് മുതൽ ഞാൻ പുള്ളീൻ്റെ അടുത്ത് പറഞ്ഞു, പുള്ളി ഓപ്പണായിട്ട് ഞാൻ പറഞ്ഞു, പുള്ളി എന്നെ പുറകിൽ നിന്ന് കുത്തി. കാരണം ഇത്രയും നാൾ ഞാൻ കൊച്ചുങ്ങളെ കൊണ്ടു നടക്കണ പോലെ കൊണ്ടു നടന്നിട്ട് പെട്ടെന്ന് എനിക്കിട്ട് എന്നെ കുത്തിയപ്പോൾ എനിക്കത് ഭയങ്കര സങ്കടമായി. പിന്നെ പവർ റൂമിൽ കയറിയതിന് ശേഷം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, അവിടെ നിന്ന് ഇത്രയും ദിവസം റസ്മിനെ സർവൈവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത ഒരു പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ പവർ റൂമാണെന്നാണ് പുറത്തുള്ള ചർച്ച. ഒരു പക്ഷേ പവർ റൂമിൽ അത്രയും ദിവസം നിന്നില്ലായിരുന്നെങ്കിൽ റസ്മിൻ നേരത്തെ ഔട്ട് ആകേണ്ടിയിരുന്ന വ്യക്തിയായിരുന്നു എന്ന് പറയുന്നു. ആ ഒരു കാര്യത്തോട് യോജിക്കുന്നുണ്ടോ? ആ ഒരു കാര്യത്തിനോട് യോജിക്കുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പവർ റൂമിൽ ചുമ്മാ കയറാൻ പറ്റില്ല. നമ്മൾ ഓരോ ഗെയിം ടാസ്ക് ജയിച്ചിട്ടാണ് പവർ റൂമിൽ കയറേണ്ടത്. ഈവൻ ഞാനും ജിൻഡോൻ്റെ കൂടെ നിന്നിട്ട് പവർ റൂമിൽ ടാസ്ക് കളിച്ച് ജയിച്ച ഒരാളാണ്. അതുപോലെ തന്നെ അഭിഷേക്, ഞാൻ, നോറ, ഋഷി ഇവരെയൊക്കെ ആയിട്ട് ടാസ്ക് ജയിച്ച് കയറിയ ഒരാളാണ്. പിന്നെ അർജുൻ, ഞങ്ങൾ 3 പേര് ടാസ്ക് ജയിച്ച് കയറിയ ആളാണ്. അപ്പോൾ ടാസ്ക് ചെയ്തിട്ട് കയറിയ ഒരാളാണ്, ചുമ്മാ ഒരാളെ പിടിച്ച് കയറ്റില്ല. പിന്നെ ജാസ്മിൻ ക്യാപ്റ്റനായ സമയത്ത് അവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെയാണ് ജാസ്മിൻ ചൂസ് ചെയ്തതെന്നാണ് ജാസ്മിൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ പവർ റൂമിൽ കയറിയ ഒരാളാണ്. പക്ഷേ ഞാൻ ചിലപ്പോൾ നേരത്തെ ഔട്ടായേനെ, പവർ റൂമിലുള്ളത് കൊണ്ട് മാത്രമല്ല, ഞാൻ ചിലപ്പോൾ നേരത്തെ ഔട്ടായേനെ എന്നുള്ളൊരു ഫീൽ എനിക്കും ഉണ്ടായിരുന്നു. കാരണം ഈ എല്ലാവരും ആ സമയത്ത് പറഞ്ഞൊരു കാര്യം, റസ്മിൻ ഭയങ്കര ഡൗണായി. അതെനിക്ക് അതിനൊരു ക്ലാരിറ്റി തരാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ആങ്കർ ഇഷ്യൂ, ഞാൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു, പൊട്ടിത്തെറിക്കുന്നു, ഒച്ച ഉണ്ടാക്കുന്നു, ബഹളം ഉണ്ടാക്കുന്നു എന്ന് എല്ലാവരും പറയുന്നു. ഈവൻ ലാൽ സാറിൻ്റെ എപ്പിസോഡിലും അങ്ങനെ ഒരു സീൻ വന്നപ്പോൾ ഞാൻ അപ്പോൾ ഒരു തീരുമാനം എടുത്തു, എന്താ എൻ്റെ ദേഷ്യം കുറക്കണം, അതൊന്ന് കൺട്രോൾ ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ദേഷ്യപ്പെടുന്നില്ല. ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചിട്ട് ഇപ്പോൾ ഈവൻ ജിൻഡോ ബ്രോ ആണെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലും അന്ന് പോടോ, ആ ഒരു ആറ്റിറ്റ്യൂഡിൽ ഞാൻ വിടുന്നു. അപ്പോൾ എല്ലാവരും എന്താ പറയുന്നത്, അതെ റസ്മിൻ മിണ്ടാതിരിക്കുന്നു, റസ്മിൻ ഇപ്പോൾ പഴയതുപോലെയല്ല. അങ്ങനെയുള്ള സമയത്ത് എനിക്ക് തോന്നി, ഇവർ തന്നെ പുറത്തുള്ളവർക്ക് ഔട്ട് കൊടുക്കുന്ന റസ്മിൻ ഇപ്പോൾ പഴയതുപോലെ അല്ല, സംസാരിക്കുന്നില്ല, ഒച്ചെടുക്കുന്നില്ല. നമ്മൾ ലാൽ സാർ തന്നെ ഒരു 10,000 വട്ടം പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു റിയാലിറ്റി ഷോ നിങ്ങൾക്ക് ബഹളം ഉണ്ടാക്കാനുള്ളതല്ല. അതായത് ബഹളം മാത്രമല്ല, അതിൽ ഫൺ എലമെന്റ് ഉണ്ട്, അതിൽ സ്നേഹമുണ്ട്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ഇതെല്ലാമാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടതെന്നാണ് ലാൽ സാർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ പക്ഷെ അവിടെ ഉള്ളവർക്ക് വേണ്ടത് നല്ലതായിട്ട് സൗണ്ട് ഉണ്ടാക്കണം. അതായത് ഞാൻ ഫസ്റ്റ് 2 വീക്സിൽ നിന്ന പോലെ ചാടിക്കേറി ഒച്ച ഉണ്ടാക്കി, ബഹളം ഉണ്ടാക്കി, ഷൗട്ട് ചെയ്ത് കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ കാണിച്ച്, അപ്പം എനിക്ക് അതിനോടുള്ള ഇൻട്രസ്റ്റ് പോയി. ഞാൻ പതുക്കെ എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട്, പക്ഷെ ആ സമയത്ത് ഞാൻ ഗെയിം കളിക്കുന്നുണ്ട്. ആ സമയത്ത് ഞാൻ കളിച്ച എല്ലാ ടാസ്കിലും, ഞാനുള്ള ഗെയിംസിലൊക്കെ ഞാൻ അത്യാവശ്യം ജയിച്ചിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ആൾക്കാർക്ക് വേണ്ടത് ഒച്ചെടുക്കുന്നവരെയോ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നവരോടാണെങ്കിൽ ഓക്കെ ശരി, ഞാൻ റെഡിയായിരുന്നു. ആ സമയത്ത് ഔട്ടാവുകയാണെങ്കിൽ ഞാൻ ഔട്ടാവാൻ റെഡിയായിരുന്നു. ഇപ്പോൾ ഈ ഒച്ചയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് വരുമ്പോഴത്തേക്കും ജാസ്മിൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് തവണ ഈ ജിൻഡോ ചേട്ടനെ കരിഞ്ഞ മത്സ്യകന്യകൻ, പൊട്ടൻ, മണ്ടൻ അങ്ങനെയുള്ള ഒത്തിരി വേർഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഫിസിക്കലി മെൻ്റലി ഓക്കെ ആയ ഒരു വ്യക്തിനെ മണ്ടൻ, പൊട്ടൻ എന്നൊക്കെ പറയുമ്പോൾ അതൊരു ബാഡ് ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് പുറത്തേക്ക് വരുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും അത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ഒന്ന് വാൺ ചെയ്യുമോ, എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ജാസ്മിനോട് അങ്ങനെ പറയില്ലേ, അങ്ങനെ സംസാരിക്കും
സംസാരിക്കല്ലേ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പുള്ളി ചെയ്യുന്നത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നല്ല പുള്ളീനെ പറയണ്ടേ, മനസ്സിലായോ? അപ്പോൾ ഇവൻ ഞാൻ വരെ പുള്ളീനെ ഇയാളെന്തും മണ്ടത്തര കാണിക്കട്ടോ മണ്ടാന്നൊക്കെ ഞാനും വിളിച്ചിട്ടുണ്ട് ആ ദേഷ്യത്തിൽ കേട്ടോ. ആ ഗെയിമിൻ്റെ സമയത്ത് പുള്ളി എന്തെങ്കിലും അലമ്പൊപ്പിക്കും, എന്തെങ്കിലും, അതായത് നമ്മളൊരു ഫ്ലോയിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ പുള്ളി എന്തെങ്കിലും അലമ്പൊപ്പിക്കും. അപ്പോൾ നമുക്ക് ദേഷ്യം വന്നിട്ട് ജിൻഡോ ബ്രോ മണ്ടത്തരം കാണിക്കില്ല എന്നൊക്കെ ഞാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പുള്ളി മനഃപൂർവ്വം പുള്ളിക്ക് സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് പുള്ളി ചെയ്യുന്നത് പോലെയാണ് തോന്നിയിട്ടുള്ളത്. പക്ഷെ ജാസ്മിൻ പല സമയങ്ങളിൽ ജിൻഡോൻ്റെ അടുത്ത് മാത്രമല്ല വേറെ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ ഇതേപോലെയൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ പറയും ജാസ്മിൻ ഈ പറയുന്നത് ശരിയല്ല, അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളതൊക്കെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ജയിലിൽ കിടന്ന ഒരു സമയത്ത് ഭയങ്കര രീതിയിൽ അദ്ദേഹത്തിന് സംസാരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ജാസ്മിനും ജിൻഡോ ബ്രോയും അവിടെ കിടന്ന സമയത്ത് ഒരിക്കൽ ജാസ്മിൻ പോയിട്ട് ആളെ അടിക്കുന്നുണ്ട്. ഫിസിക്കൽ അസാൾട്ടാണ്. ഈ സിറ്റുവേഷനിൽ ഞാൻ അവിടെ ഇല്ല, ഞാൻ ഉറങ്ങിപ്പോയി. ഞാൻ നേരത്തെ അന്ന് ഉറങ്ങി, ഞാൻ മിക്കപ്പോഴും നേരത്തെ കിടന്നുറങ്ങും. അപ്പം ഞാൻ ആ സമയത്ത് ഉറങ്ങി. പക്ഷെ പിറ്റേ ദിവസം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടു. ഇതിപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ എനിക്കും തോന്നിയായിരുന്നു കേട്ടോ, ഇപ്പോൾ ജാസ്മിൻ പോയിട്ട് അടിച്ച ആഴം എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല അത്. പക്ഷെ എല്ലാവരും പറയുന്നത് നല്ല അടിയാണ് കൊടുത്തത്. എന്താ പറഞ്ഞത്, എന്നാൽ പിന്നെ നിങ്ങളങ്ങോട്ട് കിടക്കുന്നു അങ്ങനെ എന്തോ പറഞ്ഞു. ഇതിപ്പോൾ അതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജിൻഡോ ആയിരുന്നു ജാസ്മിനെ അങ്ങനെ അടിച്ചിരുന്നെങ്കിൽ കഥ മാറും. അതെ, തീർച്ചയായിട്ടും. അതാണ് മനസ്സിലായത്. അതായത് ഇക്വാലിറ്റി എന്ന് പറയുന്നത് പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് മാത്രമുള്ളതല്ല, അതെല്ലാം, അതായത് മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ഉള്ളതാണ്. അതിലപ്പോൾ ഇപ്പോൾ ഈ പുറത്ത് വന്നേക്കുന്ന ഔട്ടിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. പക്ഷേ ജിൻഡോക്ക് പകരം ജിൻഡോ ജാസ്മിനായിരുന്നു അടിച്ചിരുന്നെങ്കിൽ ഇത് ചിലപ്പോൾ ജാസ്മിൻ വലിയ ഇഷ്യൂ ആക്കിയേനെ. ജിൻഡോ ബ്രോ ആയതുകൊണ്ട് പുള്ളിക്ക് ചില സമയത്ത് അങ്ങനെയാണ്, പുള്ളി വേണ്ട കാര്യങ്ങൾ മാത്രമേ കൊടുക്കുള്ളൂ. അല്ലായിരുന്നെങ്കിൽ ഇത് പുള്ളി വേറെ ലെവലാക്കിയാണ്. പക്ഷെ കണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ അവിടെ കണ്ടിട്ടുള്ള പല ആൾക്കാരും ഉണ്ട്. ഇക്വാലിറ്റിയെ പറ്റി അവർക്കും അറിയാലോ, അവരെന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇതിനെപ്പറ്റി ടോക്ക് ഉണ്ടായിട്ടുണ്ട്, ഇതേപോലെ തന്നെ അവിടെ ഉള്ളവർ സംസാരിക്കുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞ പുറത്ത് ഔട്ട് ഏതൊക്കെ വരുന്നുണ്ടെന്ന് അറിയില്ല, എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. പക്ഷെ സംസാരിച്ചിട്ടുണ്ട് ഈ തല്ലിനെ കുറിച്ച് എന്തായാലും അവിടെ സംസാരം പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് പിറ്റേ ദിവസം ഞാനത് അറിയുന്നത്. ഇപ്പം റസ്മിൻ പറയുമ്പോഴാണ് ജിൻഡോയ്ക്ക് ഇത്രയും നെഗറ്റീവ് സൈഡ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ പുറത്തുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് നോക്കുമ്പോൾ പല ഗെയിമിന്റെ സമയത്ത് പുള്ളിക്ക് നെഗറ്റീവ്സ് ഉണ്ട്, ഗെയിമിലേക്ക് വരുമ്പോൾ. പക്ഷെ നമ്മളിപ്പോൾ പുറത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഫൈനൽ 5 അല്ലെങ്കിൽ ഒരു കപ്പ് എടുക്കാൻ അർഹതയുള്ള ഒരു മത്സരാർത്ഥി എന്ന നിലയിലാണ് ജിൻഡോ ബ്രോയിനെ പുറത്തുള്ള ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ കാണുന്നത് അങ്ങനെയല്ല. ഇപ്പൊ പുറത്തു വന്ന പലരും ജിൻഡോയെ പറ്റി ഇങ്ങനെ അല്ല സംസാരിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? കാണാത്ത പലതവണ സംഭവിക്കുന്നത് നടക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് ഇപ്പോൾ സിമി പോലെ എൻ്റെ അടുത്ത് ഇപ്പം അങ്ങനെ ചോദിക്കുമ്പോൾ എനിക്കതാ മനസ്സിലാവാത്തത്. നിങ്ങളിപ്പോൾ ശരിക്കും ഒന്നും കണ്ടിട്ടില്ല, മനസ്സിലായോ? അതിൻ്റെ അകത്ത് നടന്നേക്കുന്നത് ശരിക്കും നിങ്ങൾ പുറത്തുള്ളവർ കണ്ടിട്ടില്ല. ഇതിൻ്റെ ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ജിൻഡോ ബ്രോക്ക് നെഗറ്റീവ്സും ഉണ്ടാവും, പോസിറ്റീവ്സ് ഉണ്ടാവും. ചിലപ്പോൾ പോസിറ്റീവ്സ് നമ്മൾ കാണുന്നുണ്ടാവില്ല. ഞങ്ങൾ കാണുന്നത് ഞങ്ങളുടെ മുന്നിൽ പുള്ളി പെർഫോം ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതല്ലാണ്ട് പുള്ളി ഒറ്റയ്ക്ക് പോയിട്ട് ക്യാമറേൻ്റെ അവിടെ പോയി നിന്ന് പെർഫോം ചെയ്യുന്ന കാര്യങ്ങൾ അത് നമ്മൾ കാണുന്നില്ല. അപ്പോൾ അതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഔട്ട് വരുന്നത്. പക്ഷേ ഗെയിമിലേക്ക് വരുമ്പോൾ പുള്ളി ചെയ്ത് കൂട്ടുന്ന സകലതും ഗെയിമിൻ്റെ സമയത്ത് ഞങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും പേര് ജിൻഡോനെ എതിർക്കുന്നത്. കാരണം പുള്ളി സംസാരിക്കുന്ന രീതിയാണെങ്കിലും ബിഹേവ് ചെയ്യുന്നതൊക്കെ ആണെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ചില സമയങ്ങളിൽ കേട്ടോ. ചില സമയങ്ങളിൽ പിന്നെ ശീലമായി പുള്ളിയുടെ വായിന്ന് ഇതേ വരുള്ളൂ, പുള്ളി എന്താണെങ്കിലും പറയട്ടെ, ആ ഒരു ആറ്റിറ്റ്യൂഡായി എല്ലാവരും. പിന്നെ എല്ലാവരും കൂടി പുള്ളി എന്ത് പറഞ്ഞാലും പുള്ളിക്ക് കണ്ടന്റ് ഒരു ടൈമിൽ പുള്ളിക്ക് കണ്ടന്റേ ഇല്ല. പുള്ളി ഇങ്ങനെ ആരടുത്തും പോയി ചൊറിയാനും ഇല്ല, ഒന്നിനും ഇല്ലാണ്ട് പുള്ളി ഇങ്ങനെ പാവത്താനെ പോലെ ഇരിക്കുന്നത്. ചിലപ്പോൾ അതൊക്കെ ആയിരിക്കും പുള്ളിക്ക് പോസിറ്റീവായിട്ട് പുറത്ത് വന്നേക്കുന്നത്. ആ സമയത്തൊക്കെ ഞങ്ങളെല്ലാവരും പുള്ളി എന്ത് പറഞ്ഞാലും ജിൻഡോ ബ്രോ ശരി കഴിഞ്ഞു. നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നില്ല, പുള്ളീൻ്റെ അടുത്ത് ഫൈറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ ചെല്ലുന്നില്ല. അപ്പോൾ പുള്ളി ഒന്ന് ഡൗൺ ആയിട്ട് അങ്ങനെ ഇരുന്നു.